ആത്മീയ നായക ആലോല പൂങ്കവ ആദരർ മുത്ത് ശിഹാബെന്ന സാത്വിക അങ്ങ് കൊടപ്പനക്കൽ വീട്ടിലുത്തമ ചൈതന്യസാരമായി തീർന്നൊരാ മന്നവ ആദരാലഷ്ടദിക്കിന്നുമാരാധ്യനാം ആരംഭർ ത്വാഹ കുടുംബത്തിൻ ശ്രേഷ്ഠന ബന്ധനങ്ങൾക്കു സമരി സമർപ്പിച്ച വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ വിജുഗേഷു പാരിൽ മഹദ്വാക്യം ഉരുവിട്ടു വിസ്മയം തീർത്തു വിയത്തും കണമിട്ടു തൂകിടയറ്റ തുംഗസ്വരൂപൻ ശിഹാബെന്ന പൂമാന്റെ രമണീയ കാന്തി നമ്മെ വിട്ടു നികടം പുരുഷാരമാരവങ്ങൾ തീർത്തു നിർമ്മല ദേഹമതു കണ്ടു നെടുവീർപ്പിട്ടു ആത്മീയ നായക ആലോല പൂങ്കവ ആദരർ മുത്ത് ശിഹാബെന്ന സാത്വിക അങ്ങ് കൊടപ്പനക്കൽ വീട്ടിലുത്തമ ചൈതന്യസാരമായി തീർന്നോരാ മന്നവ. കുരിയാട് അതിമനോഹരമായ ഈ സ്നേഹ സമ്പന്നമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ പൂത്തുല്ലസിച്ചുകൊണ്ടിരിക്കുന്ന ഐതിഹാസികവും മനോഹരവുമായ തങ്ങളോർമ്മയുടെ നിലാവെളിച്ചത്തിൻ്റെ ശീതളിമയിൽ നമ്മളൊക്കെ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ധന്യതയാർന്ന സായാഹ്നത്തിൽ ബൈത്തുർ റഹ്മ തങ്ങളോർമ്മയുടെ ഒരു സ്മരണാഞ്ജലിയാണ്. അതിൻ്റെ സമർപ്പണത്തിൻ്റെ ഭാഗമായി തങ്ങളെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുകയും തങ്ങളുടെ പാദാരവിന്ദങ്ങളെ അനുധാവനം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഫാത്തിമ തഹ്ലിയ തൊട്ട് മുൻപ് നിങ്ങളുടെ മുമ്പിൽ പ്രഭാഷണം നടത്തുകയുണ്ടായി. തങ്ങളവറുകൾ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പൗർണമിയായി മന്ദഹാസം തൂകി നമ്മളിൽ നിന്ന് നിലാമഴ പോലെ പെയ്യുകയും ഉജ്ജ്വലമായ സൂര്യശോഭ പോലെ പ്രസരണം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ആധ്യാത്മികതയുടെ സൗരഭ്യകാന്തിയായിരുന്നു. ബഹുമാന്യനായ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അബുക്ക നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യനായ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ അജയനായ പ്രസിഡന്റ് കൂടിയായ നാസർ സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച മുഹമ്മദ് അലി സാഹിബ് അടക്കമുള്ള ഈ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ, പ്രവാസി ലീഗിന്റെ, കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ, വനിതാ ലീഗിന്റെ, ദലിത് ലീഗിന്റെ, ഇങ്ങനെ വ്യത്യസ്ത അവാന്തര വിഭാഗങ്ങളായിട്ട് പടർന്നു പന്തലിച്ചു പോയിരിക്കുന്ന ഈ ഹരിതകാന്തിയുടെ പ്രിയപ്പെട്ട പടയാളികൾ, സ്നേഹനിധികളായ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, തങ്ങൾ എന്ന ഒരു ആത്മാനന്ദത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആരായാലും വാചാലരാകും. അതൊരു പ്രഭാഷകനായിക്കൊള്ളണമെന്നില്ല. തങ്ങളാണ് കഥാപാത്രമെങ്കിൽ നമുക്ക് 100 നാവാണ്. കാരണം തങ്ങൾ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ ജീവിതഗന്ധിയായ ഒരു മണ്ഡലം അത്രമേൽ സൗന്ദര്യവും സൗഗന്ധികവുമായിരുന്നു. ഒന്ന് സൗന്ദര്യമാണ്, മറ്റൊന്നു സൗഗന്ധികമാണ്, സുഗന്ധം നൽകുന്നതാണ്. ചില ആളുകൾ നമ്മളെ അങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. ആ വിസ്മയങ്ങളെ പിന്നെ നമുക്ക് വിസ്മരിക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധ്യമല്ല. ഒരുപക്ഷെ അൽഷിമേഴ്സ് വന്നാലും അങ്ങനെയുള്ള യുഗപ്രഭാവന്മാരായ ആളുകൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാറില്ല. ശിഹാബ് തങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ വ്യക്തിശോഭയുടെ ഒരു മുദ്രണമായിരുന്നു.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനമുണ്ട്, നിങ്ങളുടെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദ്. ഇപ്പൊ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നമ്മൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സയ്യിദ് എന്ന് പറയുന്ന പോലെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു സയ്യിദ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബിഹേവിയറൽ സയൻസ്, മോറൽസ്, വാല്യൂസ്. ഇപ്പൊ ഒരാളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്, ഇപ്പൊ ഒരാളെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്, ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയോട് മേഴ്സിഫുൾ ആകുക എന്നുള്ളത്, അങ്ങനെ ഒരുപാട് ഇഷ്ടം പോലെ മോറൽസും വാല്യൂസും ഈ ലോകത്തുണ്ട്. എന്നാൽ ഈ അഖ്ലാഖിന്റെ കൂട്ടത്തിൽ സയ്യിദുൽ അഖ്ലാഖ്, സ്വഭാവങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഭാവം ഏതാണ് എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഗുരുവിന്റെ മറുപടി അസ്വബ്ർ, ക്ഷമ എന്നായിരുന്നു. നമുക്ക് ക്ഷമയെ പറയുമ്പോൾ തങ്ങളെ ഓർമ്മ വരും, തങ്ങളെ പറയുമ്പോൾ ക്ഷമയെ ഓർമ്മ വരും. ഇത് പരസ്പര പൂരിതങ്ങളും ബന്ധിതങ്ങളുമാണ്. തങ്ങളവറുകള് ഒരുപാട് മൈതാന പ്രഘോഷണങ്ങൾ നടത്തിയത് ചരിത്രത്തിൽ ഉദ്ധൃതമല്ല. പക്ഷെ എന്തോ ഒരു മാസ്മരിക ശക്തി ആ തേജോമയമായ വ്യക്തിത്വത്തിന്റെ മൗനം സ്ഫുരിക്കുന്ന മന്ദഹാസത്തിൽ ഒരു രൂഢമൂലമായിരുന്നു. അത് നമുക്കറിയാം. മൗനത്തിന് ഇത്രയും വലിയ ശക്തിയുണ്ട് എന്ന് ശിഹാബ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ. നമ്മൾ സാധാരണ നമ്മളെ നാട്ടില് വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇടപെടാത്ത, അല്ലെങ്കിൽ സോഷ്യലായിട്ട് ഇടപെടാത്ത, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ വളരെ മൗനിയായി മ്ലാനനായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്തർമുഖൻ, ഇൻട്രോവേർട്ട് എന്നാ പറയാറുള്ളത്. ബട്ട് മൗനത്തിന് ഇത്രയും സൗന്ദര്യമുണ്ട് എന്ന് ശിഹാബ് തങ്ങളാണ് മാലോകരെ മലയാണ്മയെ പഠിപ്പിച്ചത്. ഒരു ദിവസം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ശിഹാബ് തങ്ങളുമായിട്ട് ഒരു സൗഹൃദ കുശല സംഭാഷണത്തിൽ വ്യാപൃതനാകുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ കൈതപ്പുറം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, തങ്ങള് ആയിരക്കണക്കിന് മഹല്ലുകളുടെ ഖാദിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അപ്പോസ്തലനാണ്, പ്രതിപക്ഷത്തിന് പോലും എതിർക്കാൻ വാക്കുകളില്ലാത്ത സർവസ്വീകാര്യനാണ്. അതൊക്കെ നേരത്തെ ബോധ്യപ്പെട്ട കേരളത്തിന്റെ ഇരുത്തം വന്ന എഴുത്തുകാരനും ചിന്താ വിചക്ഷണനും ഒക്കെയാണല്ലോ ഗാനരചയിതാവും കവിയുമൊക്കെയായ കൈതപ്പുറം. അപ്പൊ കൈതപ്പുറം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങളുടെ ഈ വിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന് ഒരുപാട് അധ്യായങ്ങളും ഒരുപാട് സൂക്തങ്ങളും ഉണ്ട്. അങ്ങ് പാരായണം ചെയ്ത ഖുർആനിന്റെ സൂക്തങ്ങളിൽ അങ്ങേക്ക് ഹൃദയസ്പൃക്ക്, അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഖുർആനിന്റെ സൂക്തം ഏതാണ്? ഒരു പുനർവിചിന്തനത്തിന് പോലും ഇടം കൊടുക്കാത്ത വണ്ണം മന്ദഹാസം തൂകിയിട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടത്തെ ലാളിത്യ സമ്പൂർണമായ ശൈലി പുറത്തെടുത്തിട്ട് കൈതപ്പുറത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അപ്പൊ ദാമോദരൻ നമ്പൂതിരി ചോദിച്ചു, തങ്ങളെ അതിന്റെ താല്പര്യം എന്താണ്, അതിന്റെ സാരം എന്താണ്? അപ്പൊ മന്ദസ്മിതം തൂകിയിട്ട് സുസ്മേരവദനായിട്ട് ശിഹാബ് തങ്ങൾ പറഞ്ഞു, ദൈവം തമ്പുരാൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. കൈതപ്പുറം പിന്നെ അത് പറയാണ്, എന്നെ എൻ്റെ യാത്രാവേളയിലും എൻ്റെ സഞ്ചാരപഥങ്ങളിലും ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗൈഡ് ലൈനായി തങ്ങൾ പറഞ്ഞു തന്ന ഖുർആനിൻ്റെ ആ ഉദ്ധരണി എന്ന്. കാരണം സ്വബ്റാണ്, ക്ഷമയുള്ള ആളുകളുടെ കൂടെയാണ് പഠിച്ചോനുള്ളത്. ഇന്ന് നമ്മളെ പുതിയ കാലഘട്ടം ക്ഷിപ്രകോപികളുടെ കാലമാണ്. ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പാണ്, ബിഹേവിയർ ടോക്സിക് ബിഹേവിയറാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷിപ്രകോപി എന്നൊക്കെ പറയില്ലേ നമ്മൾ ഭാഷയിൽ, ശുണ്ടി മൂക്കത്താണ് എന്ന് പറയും, അവന്റെ ദേഷ്യം ഇവിടെയാണ്, അല്ലെങ്കിൽ വാശിക്ക് മീശ മുളച്ച ആളാണെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അത്രയും ഉഗ്രകോപിയാണ്. ഇപ്പൊ പുതിയ തലമുറ ഈ സ്ക്രീൻ ലൈഫിലാണല്ലോ. വാട്സപ്പിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, ഇൻസ്റ്റയിൽ നിന്ന്, റീൽസിൽ നിന്ന് എണീറ്റു പോരാൻ നേരമില്ലാത്തൊരു തലമുറയെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ തങ്ങൾ ഓർമ്മ അവരുടെ മുമ്പിൽ ഒരു തോരാമഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് ഈ നേരത്ത് പറയാനുള്ളത്. തങ്ങൾ അങ്ങനെയാണ്. കാരണം ആ ഒരു വശീകരണ മാസ്മരികത എന്താണ് തങ്ങൾ അവറുകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പണക്കാട്ട അഷ്ടഭുജ മേശയുണ്ട്, 8 കോണുള്ള ഒരു മേശ. ആ അഷ്ടഭുജ മേശയുടെ ഓരം പറ്റി നിൽക്കുന്ന ആളുകളുടെ മതം ജകഞ്ഞാല്
ഇന്ത്യ രാജ്യത്തിൻ്റെ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രയാമ്പിളിലെ മുഴുവൻ ആളുകളെയും അവിടെ കാണാൻ കഴിയും. പാണക്കാട്ട് നാട്ടുകോലായി എന്നതിനെ പിന്നെ മാധ്യമപ്രവർത്തകർ തിരുത്തി വായിച്ചത് പാണക്കാട്ട് നാട്ടുകോടതി എന്നായിരുന്നു. ആ ഒരു കോടതിയായി മസ്ലഹത്തിന്റെ മനോഹരമായ ഒരു കർത്തവ്യബോധത്തിന്റെ ഒരു നീതിപീഠമായി തങ്ങൾ നിലകൊള്ളുകയാണ്. അതിലെല്ലാം മതക്കാരും വരുന്നുണ്ട്. അപ്പൊ ശിഹാബ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ധർമ്മം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗുകാരനും മുസ്ലിം ലീഗുകാരനല്ലാത്ത മുഴുവൻ മനുഷ്യരും ഉൾക്കൊള്ളേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രകൃതം നമ്മുടെ പ്രകൃതമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇന്നലെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 79ാമത് സ്മരണീയമായ ഒരു ദിവസമായിരുന്നു. അതിന്റെ ആഘോഷ പരിപാടികളൊക്കെ രാജ്യമൊട്ടുക്കും നടന്നു. നമ്മളെല്ലാവരും അതിന്റെ കൂടെ ചേർന്നു നിന്നു. പുതിയ ഇന്ത്യയുടെ ആശങ്കകൾക്കിടയിൽ നമ്മൾ ഇന്ത്യ രാജ്യത്തെ മഹോന്നതമായിരിക്കുന്ന ഇന്ത്യയുടെ ഭാരതത്തിന്റെ പൈതൃകങ്ങളെ പൗരാണിക പ്രാചീന പാരമ്പര്യങ്ങളൊക്കെ ഓർത്ത് ഊറ്റം കൊണ്ടു. അത് ഇന്ത്യക്കാരൻ എന്ന അർത്ഥത്തിൽ ഒരു അഭിമാനബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചരിത്രങ്ങൾക്ക് വീരേതിഹാസങ്ങൾക്കിടയിലൂടെയാണ് തങ്ങളുടെ ഒരു കയ്യൊപ്പായി മാറുന്നത് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വജ്രായുധം എന്ന് പറയുന്നത് ശാന്തതയായിരുന്നു. ഒരു മനുഷ്യൻ പൊട്ടിത്തെറിച്ചാലല്ല അവൻ ശ്രദ്ധേയനാകുന്നത്, അവൻ ശാന്ത സ്വരൂപനാകുമ്പോഴാണ് അവൻ ശ്രദ്ധേയനാകുന്നത് എന്ന് തൻ്റെ ഈ ഒരു പ്രകടനങ്ങളിലൂടെ അയത്ന ലളിതമായ ലാളിത്യ വിശുദ്ധിയിലൂടെ ശിഹാബ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. തങ്ങൾക്ക് എന്തിലും കൗതുകം ഉണ്ടായിരുന്നു. ബർമ്മയിൽ പോയപ്പോൾ അവിടുത്തെ ബുദ്ധവിഹാരങ്ങളാകുന്ന പഗോഡകളുടെ അകത്ത് കയറാൻ ബുദ്ധ സന്യാസിമാരോട് ശിഹാബ് തങ്ങൾ പെർമിഷൻ ചോദിക്കാൻ. അവിടുത്തെ ബുദ്ധ ഭിക്ഷുക്കള് നിങ്ങൾ ആരാണ്, ഇതാരാണ് വന്നത് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്, ഇങ്ങനെ പല നേതാക്കന്മാർ, പല ആത്മീയ ആചാര്യന്മാർ. പക്ഷെ ഇത്ര കൗതുകത്തോടുകൂടെ ഞങ്ങളുടെ പഗോഡയുടെ നിർമ്മാണങ്ങൾ, ഇവിടെ നടത്തുന്ന പ്രാർത്ഥനകളെ ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിച്ചൊരു മനുഷ്യനെ ഞങ്ങൾ ആദ്യമായാണ് കാണുന്നത്. തങ്ങളെ എല്ലാത്തിലും അങ്ങനെയായിരുന്നു. ഒരു കൊച്ചുകുട്ടി ആശ്ചര്യജനകമായ ഒരു വസ്തുവിനെ നോക്കിക്കാണുന്ന പോലെ ഒരു കുതുകി, ഒരു കൗതുകം ഉണർത്തുന്ന ഒരു വിദ്യാർത്ഥി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ ഉണ്ടായിരുന്നു. അസ്മഈ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അദ്ദേഹം 120 വർഷം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണാൻ. അപ്പൊ ഈ 120 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോ അസ്മഈ ചോദിക്കുന്നുണ്ട്, 120ാമത്തെ വയസ്സിലും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ, ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് ശക്തി തന്ന ഘടകം എന്താണ്? അതൊന്ന് പറഞ്ഞു തരുമോ? എനിക്കത് ലോകത്തോട് വിളിച്ചു പറയാനാണ്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, തറക്കത്തുൽ ഹസദ ഫബഖിയൽ ജസദു, ഞാൻ അസൂയ ഒഴിവാക്കി, അപ്പൊ എന്റെ ശരീരം ഇങ്ങനെ ബാക്കിയായി. അപ്പൊ ഹസദ് ജസദ് അത് ഇന്റർ കണക്റ്റഡ് ആണ്. അകത്ത് കത്തി പുറത്ത് പത്തി എന്നൊക്കെ പറയാറുണ്ട്. ആന്തരികവും ബാഹ്യവും ഒരുപോലെയാകണം. പ്രകടന പരതകളില്ലാത്ത, എക്സ്പ്രഷനുകളില്ലാത്ത, അകവും പുറവും ഒരുപോലെയായ ശിഹാബ് തങ്ങളെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഓർത്തുപോവാൻ. പുതിയ ലോകത്തിന് തങ്ങൾ ഒരു വലിയ ഒരു മാതൃകാ സമ്പന്നമായ റോൾ മോഡൽ തന്നെയാണ്. തങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളും നമുക്ക് പഠന വിധേയമാക്കേണ്ട ചരിത്രത്തിന്റെ ഓരോ രേഖകളാണ്. എടുത്തു വെക്കാൻ മാത്രമുണ്ട് തങ്ങളവറുകളെ. ചില ആളുകളുടെ സുഹബത്ത്, ചില മനുഷ്യന്മാരുമായിട്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന അവിസ്മരണീയമായ സഹവാസങ്ങള്, സൗഹൃദങ്ങള്. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പലപ്പോഴും ഈ കേരളത്തിൽ മുസ്ലിം ലീഗുകാർ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സമയത്ത് പ്രയോഗിക്കുന്ന സ്വാഹിബ് എന്ന ഭാഷ അല്ലേ? ഇത് യഖൂലു ലിസ്വാഹിബി. ഹിറായിൽ ഒരു സ്വാഹിബ് മറ്റൊരു സ്വാഹിബിന്റെ കൂടെ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭമുണ്ട്. ശത്രുക്കള് മല കയറി വരുന്നുണ്ട്. ഗൊഹരത്തിന്റെ
മുകളിൽ അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ പിടിക്കും നബിയേ എന്ന് സിദ്ദീഖ് എന്ന സ്വാഹിബ് മുഹമ്മദ് തിരുമേനിയാകുന്ന മറ്റൊരു സ്വാഹിബിനോട് പറയാൻ. ഹിജറ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ഇങ്ങനെ മാറി മാറി നിൽക്കാൻ. വിശുദ്ധ നബി എല്ലാവരെയും പറഞ്ഞയച്ചു, മദീനയിലേക്ക് പോ. സിദ്ദീഖ് തങ്ങള് മാറി നിൽക്കാൻ. എന്തേ സിദ്ദീഖ് അങ്ങ് മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും മറുപടി പറഞ്ഞത് സ്വാഹിബാകണം. അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, പുണ്യനബിയെ അങ്ങ് മൃഗത്തിന്റെ മുകളിൽ കയറുമ്പോ അങ്ങയെ നോക്കണം എനിക്ക്, അങ്ങേക്ക് ദാഹം വരുമ്പോ അങ്ങയുടെ ദാഹം ശമിപ്പിക്കണം എനിക്ക്. എന്നിട്ട് ആ മൃഗത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് ഒരു തേരാളിയെ പോലെ സ്വാഹിബിന്റെ സ്വാഹിബായ സുഹ്ബത്ത് ചോദിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, സൗഹൃദങ്ങള് അങ്ങനെയാണ് തളിർത്തു പന്തലിക്കുന്നത്. കലർപ്പില്ലാത്ത സൗഹൃദം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറ്റി പറയാം. അതാണ് കലർപ്പില്ലാത്ത സൗഹൃദം. അവിടെ പിന്നെ കളങ്കമില്ല. നമ്മൾ എപ്പോഴും അത് ഉദ്ഘോഷിക്കേണ്ട ആളുകളാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം നമുക്ക് ഇന്നലെ മാത്രം ആഘോഷിക്കാനുള്ള ഒരു സംഗതിയോ അല്ലെങ്കിൽ ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങോ അല്ല. അത് എല്ലാ ദിവസവും നമുക്ക് ഉദ്ഘോഷിക്കാനുള്ളതാണ്. ആണ്ടേലൊരിക്കൽ ഒരു ആഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമല്ല ഭാരതം എന്നാണ് കവി നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അതുപോലെ തന്നെയാണ് തങ്ങളെ ഓർക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഡേ ഇല്ല. എല്ലാ ദിവസവും തങ്ങൾ ഓർമ്മയുടേതാണ്. തങ്ങളിങ്ങനെ നമുക്ക് കാണിച്ചു തന്ന അവധാനതയുടെ മനോഹരമായ മണ്ഡലങ്ങളെ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധ്യമാകണം. ക്ഷമയാണ് തങ്ങൾ, ക്ഷമയായിരുന്നു. എവിടെയും ഒരു മനുഷ്യന് സുസ്മേരവദനാകാൻ കഴിയുക അല്ലേ? കാരണം തങ്ങളുടെ അത്ര സംഘർഷവും സങ്കീർണതയും അനുഭവിച്ചൊരു മനുഷ്യനേതാണ്. ഞാൻ ചോദിക്കട്ടെ, കാരണം നേരം വെളുത്തു കഴിഞ്ഞാല് കേൾക്കുന്നത് മുഴുവൻ പരാതിപ്പാട്ടുകാരുടെ, പഞ്ഞപ്പാട്ടുകാരുടെ പെട്ടി തുറക്കുന്ന, പരാതിപ്പെട്ടി തുറക്കുന്ന അനുയായികളെ, ആളുകളെയല്ലേ തങ്ങൾ കാണുന്നത്? ഇതൊരു ആണ്ടറുതിയാണോ? അല്ല, തങ്ങളവരുടെ ഡെയിലി റുട്ടീനാണ്. സന്ധ്യ എന്നില്ല, സായാഹ്നമെന്നില്ല, പ്രഭാതമെന്നില്ല, മധ്യാഹ്നമെന്നില്ല, പ്രദോഷമെന്നില്ല. സകല ആളുകളും കുടപ്പനക്കൽ തറവാട്ടിലെ അടഞ്ഞുകിടക്കാത്ത കമാനം, ഏതു നേരവും വടുക്കണി വരെ കയറി വരാനുള്ള സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ആ ഒരു കോലായി നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ടും ഒരു മനുഷ്യന് സംഘർഷങ്ങൾ ഉള്ളിലുണ്ടായിട്ടും അതിനെയൊക്കെ കലക്കി തെളിയിച്ച് സുസ്മേരവദനാകാൻ കഴിയാന്നുള്ളത്. അതാണ് ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആവശ്യത്തിന് ആയുർദൈർഘ്യം കിട്ടുകയും അതിൻ്റെ കൂടെ അയാളുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഹിതമാകി, ജനങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത, ജനങ്ങൾക്ക് പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാത്ത അതിമനോഹരമായ പ്രവർത്തനമാവുകയും ചെയ്താൽ ആ മനുഷ്യനാണ് ആകാശഗംഗയുടെ ചോട്ടിലുള്ള ഏറ്റവും വലിയ നല്ല മനുഷ്യൻ, ഉത്തമനായ ദാസൻ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ ഒരു ഭഗീരഥ യത്നമാണ്. അതൊരു വലിയ സാഹസമാണ്. അത് മനോഹരമായി കൈകാര്യം ചെയ്ത് ജീവിത പഥത്തിൽ കാണിച്ചു തന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തങ്ങളവറുകൾക്ക് ആർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും വലിയ വിഷമാണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റബ്ബിനോട് എന്നും ദുആ ചെയ്യായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക മിൻ കബ്ദിൻ ജാഇ. പഠിച്ചോനെ, ഈ ഉവൈസ്, എൻ്റെ കുടുംബവും ഞാനൊക്കെ ഭക്ഷണം കഴിച്ച് ഇന്ന് കിടന്നുറങ്ങാണ്. ഈ നാട്ടിൽ, ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും കാഞ്ഞ വയറുണ്ടെങ്കിൽ, അന്നം കിട്ടാതെ വിശന്നുപോയ ഏതെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ, എൻ്റെ അശ്രദ്ധയുടെ പേരിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് റബ്ബേ. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു മാന്യതയും മറ്റുള്ളവരെ ഞാൻ എത്രമേൽ പരിഗണിക്കണമെന്ന ബോധ്യവുമല്ലേ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രാർത്ഥനയിൽ ഉന്മീലിതമാകുന്നത്, പീലി വിടർത്തുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കും. അത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ വഴിയരികിലൂടെ ഉദ്ഘോഷിക്കാൻ, പലപ്പോഴും ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. ഏതൊക്കെയോ അധസ്ഥിതരെ കാണുമ്പോൾ
അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ തങ്ങളെ ഇടപെടാൻ, ഈ സിറ്റുവേഷണൽ മാനേജിങ്, സന്ദർഭങ്ങൾക്ക് അനുസൃതമായിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ തങ്ങളവരുടെ ഉള്ളിൽ ഒരു ക്വാളിറ്റിയുള്ള ലീഡർ ഉണ്ടായിരുന്നു. ആ ലീഡർഷിപ്പിലേക്കാണ്. അതുകൊണ്ടാണ് നോട്ട് ഓൺലി എ കിങ് ബട്ട് ആൾസോ കിങ് മേക്കർ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഒരു രാജാവ് മാത്രമായിരുന്നില്ല, രാജാക്കളെ പോകുന്ന വഴിയിൽ ഉടനീളം നിർമ്മിക്കുന്ന രാജനിർമ്മാണ ഫാക്ടറി കൂടിയായിരുന്നു എന്നാണ്. അതൊരു വല്ലാത്തൊരു ഒരു മനുഷ്യന്റെ അനിഷേധ്യമായിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ സത്തയല്ലേ അത്. കിങ് മേക്കർ ആവുക, ഒരു കിങ് ആവാൻ ചിലപ്പോൾ സാധിക്കും, ബട്ട് ആൾസോ കിങ് മേക്കർ. തഹ്ലി ഇവിടെ സൂചിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, ഇപ്പൊ ഇന്ത്യ രാജ്യം ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ഭീമാറാവു എന്ന് പറയുന്ന ഒരു കുട്ടി, അന്നത്തെ കൗമാരക്കാരൻ, ദളിതനായതിന്റെ പേരിൽ, അവർണനായതിന്റെ പേരിൽ, ഉന്നത ജാതിക്കാരനായ ആൾക്ക്, സവർണർക്ക് മാത്രം കുടിക്കാൻ വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട കിണറ്റിലെ വെള്ളം മുക്കി കുടിച്ചതിന്റെ പേരിൽ സവർണന്റെ പട്ടിക കൊണ്ട്, വിറക് കൊണ്ട്, വടി കൊണ്ടുള്ള താഡന പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അമ്മയുടെ അടുക്കലേക്ക് ചോരയും നീരും വന്ന വ്രണം ബാധിച്ചുപോയ ശരീരം പേറിയിട്ട് കടന്നു പോകുമ്പോ നിലവിളിച്ചിട്ട് അമ്മ പറയുന്നു, എന്റെ ഭീമാറാവുവിന് എന്തു പറ്റി? അപ്പൊ അമ്മയോട് ഈ കുട്ടി പറയാണ്, അമ്മേ, ഞാനും നിങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരായി പോയി, അതാണ് ഈ ഭൂമിയിൽ നാം ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാണ് അമ്മയുടെ ഈ മകന്റെ ശരീരം നീല നിറമായി പോയത്, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വ്രണം പൊട്ടി ഒലിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ അടിയേറ്റത് അമ്മയെ. അമ്മങ്ങനെ ആ മുറിവ് ആസകലം തുടച്ചു കൊടുക്കുമ്പോ വേദന കൊണ്ട് പൊളയുന്ന ഭീമാറാവു എന്ന് പറയുന്ന കുട്ടി പറയുന്നുണ്ട്, അമ്മേ, അമ്മ ഒന്ന് ക്ഷമിക്ക്, എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ, എൻ്റെ പൗരബോധത്തിലൂടെ ഞാൻ ഇതിന് രായ്ക്ക് രാമാനം മറുപടി പറയും. അന്ന് ആ മറുപടി പറഞ്ഞ കുട്ടിയാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ആദ്യത്തെ നിയമമന്ത്രിയും ഇന്ന് ഞാനും നിങ്ങളും ഈ പന്തലിന്റെ ചോട്ടില് ആരെയും പേടിക്കാതെ, ആരെയും കൂസാതെ ആർജവത്തോടെ ഇരിക്കാനുള്ള ഇരുത്തത്തിന്റെ കാരണക്കാരനുമായ നമ്മുടെ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ഭീമാറാവു അംബേദ്കർ. ഇന്നലകളെ ചുഴന്നന്വേഷിക്കണം നമ്മൾ. ഇന്നലകളില്ലെങ്കിൽ നമ്മുടെ ഇന്നില്ല. മലയാളത്തിൽ ഒരു കവിത പോലെ ഭാവനാത്മകമായ ഒരു പ്രോസ് ഉണ്ട്, ഒരു പ്രയോഗമുണ്ട്. അതൊരു പോയം അല്ല, അതൊരു പ്രോസാണ്. മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ. വലിയ അർത്ഥമുണ്ട് അതിന്. മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ. ശൂന്യമായ ഈ മരുഭൂമിയിലൂടെ നമ്മൾ നടന്നു പോകുന്ന നേരത്ത് നല്ല വെയിൽ കൊണ്ടിരുന്നു. ഉത്തരേന്ത്യയിലും രാജസ്ഥാനിലൊക്കെ ഇപ്പോഴും നല്ല മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. രാജസ്ഥാനിൽ ഒട്ടകങ്ങളുണ്ട്, ഷിപ്പ് ഓഫ് ഡിസേർട്ട് അല്ലേ, അത് റേഗിസ്ഥാൻ കെ കസ്തി ഹേ. ഒട്ടകം അത് മരുപ്പറമ്പിന്റെ കപ്പലാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മരുപ്പറമ്പുകളുണ്ട്. നോർത്തിൽ വിശിഷ്യ നമുക്കത് കാണാം. അതുപോലെ ഊഷരമായൊരു ഭൂമിയായിരുന്നു കേരളം. പുറത്തിറങ്ങിയ വെയിൽ കൊള്ളുക, ക്ഷീണിക്കുക, വേർത്തൊലിക്കുക, തളർന്നു വീഴുക. പിന്നെ ആ ഇടവഴികളിലൂടെ ഇനി ശേഷം ഒരു ജനത ഇവിടെ നടന്നു വരാനുണ്ട്. അതുകൊണ്ട് പെരുത്ത നൂറ്റാണ്ടിനിടക്കൊരിക്കൽ ഈ മരുപ്പറമ്പ മുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തൈ നടുന്നു, പാന്തരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി എന്ന് വള്ളത്തോൾ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് മരങ്ങൾ, മരം നടിയിൽ കർമ്മമുണ്ടാവുക. അപ്പൊ ഇന്ന് രാജസ്ഥാനിന്റെ മരുഭൂമി പോലെയല്ല. ഇന്ന് നമുക്ക് കേരളത്തിന്റെ ഏത് ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോഴും വെയിൽ കൊള്ളാതെ കാറ്റാസ്വദിക്കാൻ, തണലാസ്വദിക്കാൻ, സ്വച്ഛന്തമായ ശീതളിമയിൽ പോയിട്ട് അഭിരമിക്കാൻ ഒരുപാട് വടവൃക്ഷങ്ങളുണ്ട്. അങ്ങനെ നഗ്നപാതരായി നടന്നു പോകുമ്പോ ഒരു മാമരം നമ്മൾ കാണാം കേരളത്തില്. ആ മാമരത്തിന്റെ പേര് ഒന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. കുറച്ചുകൂടി ഫർലോങ് നടന്നു പോകുമ്പോൾ മറ്റൊരു മുത്തശ്ശി തെന്മാവിനെ കാണാൻ, അതാണ് സയ്യിദ് മുഹമ്മദ് കോയ സാഹിബ്. കുറച്ചുകൂടി പോകുമ്പോൾ നമ്മൾ മറ്റൊരു മാമരത്തെ കാണാൻ, അതാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. കുറച്ചുകൂടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു മാമരത്തെ കാണുകയാണ്, അതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അങ്ങനെ ഒരുപാട് മുത്തശ്ശി മരങ്ങളുടെ തണലിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിൽ നിന്നുണ്ടായ ഒരു പദമാണ് മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ. ഇപ്പൊ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഈ ഗരിമ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ പച്ചപ്പ് അത് വെറുതെ ഉണ്ടായതല്ല. കേരളം എന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്കൊന്ന് സഞ്ചരിക്കണം. ഞാൻ 2 മാസം മുമ്പ് നേപ്പാളിലായിരുന്നു.
നേപ്പാളിൽ നിന്ന് തിരിച്ചു വരുന്നത് നമ്മുടെ ദാറുൽ ഹുദയുടെ അലൂമിനിയായ ഹുദവി സുഹൃത്തുക്കൾ നടത്തുന്ന, അവരുടെ ഹാദിയ നടത്തുന്ന ഒരുപാട് മോറൽ സ്കൂളുകളും മക്തബുകളും മദ്രസകളും ഒക്കെ കണ്ടിട്ടാണ് പോരുന്നത്. മനസ്സിങ്ങനെ നിറയാൻ. കാരണം ഏതൊരു ജനതയെയാണ് ഇവർ പാകപ്പെടുത്തുന്നത്, അല്ലേ? കാരണം ദാറുൽ ഹുദയുടെ മാന്യപാടത്ത് നിന്ന് ബാപ്പുട്ടിയാജി നടന്നു പോകുമ്പോ കൊടപ്പനക്കല കോലായിലേക്ക് വലിയ ദൂരല്ല, കുരിയാട്ടിലൂടെ, അവിടെയുണ്ടൊരു കുരിയാട്. അങ്ങനെ നടന്നു പോയാല് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാൻ, കോയാക്കുണ്ട്, മുത്തുമോനുണ്ട്, ആറ്റപ്പുണ്ട്, എല്ലാം ഒരു അംബ്രല്ലയുടെ കീഴിലാണ്. പൂക്കോയ തങ്ങളുപ്പാപ്പാന്റെ മക്കളാണ്. അതുകൊണ്ട് ദാറുൽ ഹുദയെ പരുവപ്പെടുത്തുന്നതിലും പാകപ്പെടുത്തുന്നതിലും പാണക്കാട് കുടുംബത്തിന്റെ അജയ്യമായ സ്വാധീനം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അതിന്റെ അനുരണനം പോലെ നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. ഇനി അവിടെ ഓരോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും CH മുഹമ്മദ് കോയ സാഹിബൊക്കെ ആസാമിലും ബംഗാളിലും ബീഹാറിലും കശ്മീരിലും മൊട്ടിടാനും പൂക്കാനും പുഷ്പിക്കാനും നാളെയുടെ വടവൃക്ഷങ്ങളായി മാറാനും പോവാൻ. നമ്മളൊരു വലിയ സാഹസത്തിന്റെ മുറ്റത്താണ്, നമ്മളൊരു ഭഗീരഥ യത്നത്തിന്റെ അങ്കണത്തിലാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് യുവർ ഗോൾ ഷുഡ് ബി ചാലഞ്ച് യുവർ സെൽഫ്. നമ്മൾ ഗോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയിടാൻ, നമ്മൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിടാൻ. നെഹ്റുവിന്റെ മേശപ്പുറത്ത് എഴുതി വെച്ച കമനീയമായ വരികൾ റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതയാണ്. അതിനെ പിന്നെ കടമ്മനിട്ട മലയാള ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്, അല്ലേ? എനിക്ക് അവിശ്രമം നടക്കുവാൻ ഒരുപാട് വഴികൾ. ആൻഡ് ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഞാൻ ഉറങ്ങും മുമ്പ് എനിക്ക് ഇനി ഒരുപാട് നടക്കാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പാണക്കാട് തങ്ങന്മാരെ പറ്റി. കാരണം വിശ്രമം എന്നൊരു ഭാഷയുടെ ഒരു വാക്ക് നിഘണ്ടുവിൽ ഉണ്ടായിട്ടും അതിനെ മനഃപൂർവ്വം എറൈസ് ചെയ്ത് കൊടുത്തു പൂക്കായി തങ്ങളുപ്പാപ്പ. എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരക്കുട്ടികൾക്ക് ഈ നിഘണ്ടുവിലെ പദം അന്യമാണ്. പിന്നെ അവർക്ക് പരിചയമുള്ള വാക്ക് ഏതാണ്? അവിശ്രമം. അവിശ്രമം അത് തന്നെയാണ്. ആൻഡ് ഐ ഹാവ് മൈൽസ് ടു ഗോ. അവരിങ്ങനെ നടന്ന് ആരെയൊക്കെ കാണാൻ. അതുകൊണ്ടാണ് ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തങ്ങളവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നത്. കാരണം എന്താണ്? നടന്നു വന്ന വഴികൾ കനൽ പദങ്ങളായിരുന്നു. അതുകൊണ്ട് ആരോടൊക്കെ എങ്ങനെ, എപ്പോ, എവിടെ വെച്ചൊക്കെ പറയണമെന്ന് ഒരുപാട് കമനീയമായ എക്സ്പീരിയൻസിലൂടെ തങ്ങൾ നേടിയെടുത്ത അനുഭവജ്ഞാനമാകുന്ന സർവകലാശാല തങ്ങളുടെ ഉള്ളിൽ ഓളം തേട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. ലോകത്തെ ഏറ്റവും വലിയ ഗുരു, അധ്യാപകൻ, അധ്യാപിക അനുഭവ സമ്പത്താണ്. അതുകൊണ്ട് നമ്മൾ സമ്പത്ത് എന്നാ പറയാറുള്ളത് അനുഭവത്തെ പറ്റി. അനുഭവ സമ്പത്ത്. ഒരാൾ ഗൾഫിൽ നിന്ന് ഏൺ ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന മൂലധനത്തെക്കാൾ വലിയ സമ്പത്ത് അനുഭവ സമ്പത്താണ്. അനുഭവ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങണം. സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോഴാണ് എല്ലാവരെയും കാണാനും അവരുടെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, ഹിതങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനൊക്കെ ഒരു മനുഷ്യന് സാധ്യമാവാം. അത് എത്ര പ്രൗഢമായും മനോഹരമായിട്ടുമാണ് തങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വികാരങ്ങളുടെ കൂടെ നിന്നു എന്നാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇറാനിൽ ഒരു ഓട്ടമത്സരം നടന്നൊരു കഥയുണ്ട്. ആ ഓട്ടമത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇറാനിലെ -ഡിഗ്രി തണുപ്പില് സുബൈക്ക് എണീറ്റിട്ട് ഓടി പരിശീലിക്കാൻ. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് 2ാം സ്ഥാനം നേടാനാണ്. അപ്പൊ ഈ കുട്ടിയോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് 1ാം സ്ഥാനം വേണ്ടേ? നിനക്ക് 1 തന്നെ കിട്ടുമല്ലോ. കാരണം നീ വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ട് ഈ തീവ്രമായ മാമരം കോച്ചുന്ന തണുപ്പിലാണല്ലോ പരിശീലന കളരിയിൽ മുഴുകുന്നത്. അപ്പൊ ഈ കുട്ടി പറയാണ്, എനിക്ക് 2ാം സ്ഥാനം മതി. അപ്പൊ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, കഥാപാത്രത്തോട് ആളുകൾ ചോദിക്കുകയാണ്, നീ എന്തേ 2ാം സ്ഥാനത്തിന് വേണ്ടി വാശി കൊള്ളുന്നത്? അപ്പൊ ഈ കുട്ടി പറഞ്ഞു, 2ാം സ്ഥാനം കിട്ടിയാൽ സമ്മാനം ഷൂ ആണ്, കാലിൽ ധരിക്കാനുള്ള ഒരു ജോഡി ഷൂ ആണ്. അതുകൊണ്ട് എന്റെ പെങ്ങളൂട്ടി ജനിച്ചതു മുതൽ ഇന്ന് വരെ ചെരുപ്പ് ധരിച്ചിട്ടില്ല, അവൾക്കൊരു സമ്മാനം കൊടുക്കാനാണ്. വികാരത്തിന്റെ കൂടെ നിൽക്കാൻ മനുഷ്യന് സാധ്യമാകുക എന്നുള്ളത്, അല്ലേ? തങ്ങളവറുകള് ഓരം പറ്റി നിന്ന എത്ര അരുവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ടായി. എത്ര ആളുകളുടെ കണ്ണീരും കൈലേസും കിനാവും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കണ്ടിട്ടുണ്ടാകും.
കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിക്കപ്പെട്ട മിക്ക പത്രങ്ങളിലെയും ഫോട്ടോ നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഈജിപ്തിന്റെ കടപ്പുറത്ത് നിന്ന് കൊച്ചു കുട്ടികൾ, ഈ പന്തലിലെ കൊച്ചു മക്കളെ പോലെയുള്ള മക്കള് പ്ലാസ്റ്റിക് കുപ്പിയില് അരിയും ഗോതമ്പും ധാന്യങ്ങളും അവരാൽ കഴിയുന്നത് നിറച്ചിട്ട് ഈജിപ്തിലെ കടപ്പുറത്ത് നിന്ന് തിരമാലകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടൽ തിരമാലകളോട് പറയാൻ, തിരമാലകളെ തൊട്ടപ്പുറത്തുള്ള രാജ്യം ഫലസ്തീനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓളം തള്ളി ഒഴുകിപ്പരന്ന് ഞങ്ങളുടെ ഫലസ്തീനിലെ ഗസയിലെ ഖാൻ യൂനിസിലെ പ്രിയപ്പെട്ട കൊച്ചു മക്കൾക്ക്, ഞങ്ങളുടെ കുഞ്ഞനുജന്മാർക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക. അവർ ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി. ഞാൻ ഈജിപ്തില് ഇറാനിൽ നടന്ന ഓട്ട മത്സരത്തിലെ കുട്ടിയെ പറയുമ്പോൾ ഇപ്പുറത്ത് ഈജിപ്തിലെ ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ അരിയും ഗോതമ്പും നിറച്ചിട്ട് തിരമാലകളോട് കിന്നാരം പറഞ്ഞിട്ട്, തിരമാലകളെ നിങ്ങളത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ആഗ്രഹം പങ്കുവച്ച മക്കളുടെ സഫലമാകാതെ പോയ പ്രാർത്ഥനകളെ ഞാനിങ്ങനെ ആശങ്കയോടുകൂടെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ഒരു 5-6 കുട്ടികൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ കുറച്ച് ധാന്യങ്ങൾ നിറച്ചാൽ ഫലസ്തീൻ്റെ വിശപ്പ് അടങ്ങുമോ? ഇല്ല. പിന്നെ ഒരു മെസ്സേജ് കൊടുക്കലാണ്. എന്താണ്? ഷണ്ഡീകരിക്കപ്പെട്ട നേതൃത്വമേ, നിങ്ങൾക്കിതൊരു പാഠമാണ്. ലോക അറബ് രാജ്യ തമ്പുരാക്കന്മാരോട്, മറ്റുള്ള മീഡിയകളോട്, ശിശിരനിദ്രയിൽ ഏർപ്പെട്ട മീഡിയകളാണല്ലോ ഇന്ന് ഇന്ത്യയിൽ അടക്കമുള്ളത്, അല്ലേ? രവീഷ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട തലതൊട്ടപ്പനായ മാധ്യമ പ്രവർത്തകൻ ഈ അടുത്ത് ഇന്ത്യയിലെ കുറച്ച് ചൊൽപ്പടിക്ക് നിൽക്കുന്ന മീഡിയകൾക്ക് ഒരു ഓമന പേര് കൊടുത്തു. അത് രാജ്യത്തെ എല്ലാ ജനങ്ങളും വൈറലാക്കി. ആ പേരാണ് ഗോദി മീഡിയ. വാട്ട് യു മീൻ ബൈ ഗോദി മീഡിയ? ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്നത്തെ അഭിനവ പ്രധാനമന്ത്രി പുങ്കവന്റെ ചൊൽപ്പടിക്ക് മാത്രം റാൻ മൂളുന്ന, ആ നേതൃത്വത്തിന്റെ ചെരുപ്പ് നക്കികളായി മാറുന്ന, അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന, അവരുടെ ഓശാന പാടുന്ന, അവരുടെ മൂടുന്തികളായ ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ. അതിനാണ് ഗോദി മീഡിയ എന്ന് പറയുന്നത്. രവീഷ് കുമാറിന്റെ ആ ഒരു പ്രയോഗം പിന്നെ ഇന്ത്യ ഏറ്റെടുക്കാൻ, ഏതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ 6 മാസത്തെ സാഹസം നിറഞ്ഞ പഠനത്തെ ഇന്ത്യ ഏറ്റെടുത്ത പോലെ നമ്മൾ ചിന്തിച്ചോക്ക്. ഈ രീതിയിൽ ഡാറ്റ ജേർണലിസം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകര് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതാ. റാണ അയ്യൂബിന്റെ ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ടുള്ള പ്രഹേളിക ഒരു ലേഖന പരമ്പരയുടെ ഘോഷയാത്ര തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചന്ദ്ര സുബ്രഹ്മണ്യൻ ബോഫോസ് കേസിനെ പറ്റി നടത്തിയ ദി ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൽ നടത്തിയ മനോഹരമായ ലേഖന പരമ്പര. ഇന്ന് അത്തരം ലേഖന പരമ്പരകളൊന്നും സ്ഥാനം പിടിക്കുന്നില്ല പത്രദ്വാര. എന്തേ? ഇന്ത്യയിൽ നല്ല ത്രാണിയുള്ള, ശേഷിയുള്ള, ചിന്താശേഷിയുള്ള, മനനശേഷിയുള്ള മാധ്യമ പ്രവർത്തകര്, അവരെ കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യ രാജ്യം, വൈവിധ്യമാണ് ഇന്ത്യ. പക്ഷേ അവരൊക്കെ ഷണ്ഡീകരിക്കപ്പെട്ടു. ഷണ്ഡീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരടുക്കള തേടിയിട്ട് ഈടി എന്ന് പറയുന്ന ഓലപ്പാമ്പ് കയറി വരുമെന്ന ഭയം. മുമ്പ് ആർക്കൊക്കെയോ മുമ്പിൽ ഈടി വന്നത് കാട്ടിക്കൊടുത്തിട്ട് പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ വിവരാവകാശ നിയമപ്രകാരമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഡാറ്റ ചോദിച്ചത്. പറഞ്ഞെന്താ? സോഫ്റ്റ് കോപ്പി വേണമെന്നാണ്. എന്ത് സുഖ സോഫ്റ്റ് കോപ്പി കൊടുക്കാൻ. പക്ഷെ ഭയായിരുന്നു. അവസാനം രാഹുൽജിക്ക് കൊടുത്തതാണ് ഹാർഡ് കോപ്പിയാണ്. 300 കിലോന്റെ മുകളിലുള്ള മീറ്റർ കണക്കിന് ഉയരമുള്ള കെട്ട് കണക്കിന് സാധനങ്ങൾ കൊടുക്കുമ്പോ ഒരു പ്രതീക്ഷ എന്താ അറിയോ? 5-6 ചാക്ക് ചില്ലറ പൈസ കൊടുത്താൽ ആരാ അത് എണ്ണിത്തീർക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് കൊടുത്തപ്പോ അവരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതൊന്നും ഒരു മനുഷ്യൻ മറിച്ചു നോക്കൂല. പുതിയ കാലല്ലേ, ഉദാസീനതയുടെ കാലം. പക്ഷേ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? അതിവിദഗ്ധമായിട്ട് ഷണ്ഡീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒടക്കപ്പെട്ടിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഡാറ്റ ജേർണലിസത്തിന് ഇന്ത്യയിൽ ഇന്നും സ്കോപ്പ് ഉണ്ട് എന്ന് ഒരു യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കാൻ. 6 മാസത്തെ
കൃത്യമായ മുടിനാരിട കയറിയിട്ടുള്ള പഠനത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഈ സകല മീഡിയ പ്രവർത്തകരെയും വിളിച്ചു വരുത്തിയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇങ്ങനെയും മീഡിയ ചെയ്യാൻ സാധിക്കും. ഗോദി മീഡിയ മാത്രമല്ല മീഡിയ പ്രവർത്തനം. അതുകൊണ്ട് ജേർണലിസത്തിന്റെ വാറൂമിൽ നിന്നിട്ട് നിങ്ങൾ രാജ്യതമ്പ്രാക്കന്മാർക്ക് വേണ്ടി പിറുപിറുക്കുന്നതല്ല, രാജ്യത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഭരണഘടനയെ തിരിച്ചു പിടിക്കുന്നതാണ് ജേർണലിസം എന്ന് PPT-യിലൂടെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ആരെ കാണിച്ചു കൊടുക്കുന്നത്? ഒരു മാധ്യമ പ്രവർത്തകനല്ല, രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവില് വലിയൊരു പ്രൈം മിനിസ്റ്ററുടെ ഭാവി ഒളിഞ്ഞ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷയുടെ ഒരു പച്ചത്തുരുത്തുള്ള ഭാരതത്തിലേക്ക് ശിഹാബ് തങ്ങളാകുന്ന കടത്തുവഞ്ചിയിലൂടെ തന്നെ നമുക്ക് കടന്നു പോകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? തങ്ങളവരുടെ നിലപാട് തറയിൽ നിന്ന് മാറിയോ നമുക്ക് ചീത്തപ്പേരുണ്ടായി. തങ്ങളുടെ നിലപാട് തറയിൽ നിന്ന് നമ്മൾ എന്ന് മാറിയോ അന്ന് നമുക്ക് ചീത്തപ്പേരാണ്. അപ്പോഴാണ് ഇതര മതസ്ഥൻ നമ്മളെ വേറൊരു ഭാഷയിൽ നോക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ കൂടെ ശിഹാബ് തങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായി പോയ പൂക്കോയ തങ്ങളുപ്പാപ്പ നട്ടു വളർത്തി പരിലാളിച്ചു കൊണ്ടുവന്ന അൽ അസ്ഹറിലെ ഈജിപ്തിലെ വിശാല പഠനങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ട് കേരളക്കരയിൽ തങ്ങൾ അധ്യാപനം നടത്തിയിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മതേതരത്വം, അതാണ് നമ്മുടെ പോളിസി, നമ്മുടെ മോട്ടോ. അതാണ്. അതെവിടെയാണെങ്കിലും അതൊരു വേദിയിലെ ഒരു നിലപാട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു തീർക്കാനുള്ളത് മാത്രമല്ല, ജീവിതത്തിൽ ചെയ്ത് തീർക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ പക്ഷിയുടെ കൂടെ നിൽക്കേണ്ടി വരും. ശിഹാബ് തങ്ങൾ അനുയായിയാണെങ്കിൽ ഒരു പക്ഷി രോദനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന ആളാകട്ടെ, ഡ്യൂട്ടിക്ക് പോകുന്ന ആളാകട്ടെ, ആ പക്ഷിയുടെ പ്രശ്നം തീർത്തിട്ടേ നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വല്യപ്പ സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടും ഒരു നിലപാടാണ്. നാമം മാത്രമല്ല, അത് പൈതൃകവും പ്രകൃതവും അങ്ങനെയാ. നമ്മളത് ഏറ്റുപിടിക്കേണ്ട ആൾക്കാരാണ്. ആ ഒരു നിലപാടിൽ ഞാനും നിങ്ങളും ജീവിക്കുകയാണെങ്കിൽ നമ്മളാണ് ഒരു മതേതര നിലപാടുള്ള മുസ്ലിമിന്റെ ജീവചിത്രം നമ്മളാണ്. പിന്നെ ഒരു വേദഗ്രന്ഥം, ഒരു ഗ്രന്ഥത്തെ പഠിക്കേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ ഇതര മതസ്ഥര് ഈ വിഷയത്തിന്റെ ഇസ്ലാമിക മാനം എന്ത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ മറിച്ചു നോക്കാറുണ്ടോ? ഇതര മതസ്ഥര് അറബ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ എന്താ ഫത്വ കൊടുത്തത് എന്ന് സെർച്ച് ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. ഇതര മതസ്ഥർ നോക്കാറുള്ള എന്താ? നമ്മളെ അയൽവാസി ഒരു മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ ലൈഫ് നോക്കിയാ പോരെ, അല്ലേ? അവ അയൽവാസി മുസ്ലിമിന്റെ ജീവിതമാണ് ഇതര മതസ്ഥന്റെ മുന്നിലുള്ള ഇസ്ലാം. അപ്പൊ നമ്മളൊക്കെ ഇസ്ലാമിന്റെ ഒരു കട്ടൗട്ടാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രതിച്ഛായയാണ്. അങ്ങനെ തന്നെ ജീവിക്കണം, ഒരു പച്ചയായ മനുഷ്യനായി. നമ്മളൊരു വ്യാജനല്ല, നമ്മളൊരു പച്ചയായ മനുഷ്യനാണ്. ആർക്കും ഒരു തുറന്ന പുസ്തകമാണ്. അങ്ങനെയാകുന്ന സമയത്ത് വൈര്യങ്ങൾ ഉണ്ടാകില്ല, വൈര്യനിര്യാന്തനങ്ങൾ ഉണ്ടാകില്ല, ആരോടും നമുക്ക് പകവീട്ടൽ മനോഭാവം ഉണ്ടാകില്ല. നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ച് ശീലിക്കുക. അതുകൊണ്ടാണ് കേരളം മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പുതിയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ നിന്നത്, കേരളത്തെ മാത്രം ലാക്കാക്കിയിട്ട്. അതേതാണ്? ഇപ്പൊ കഴിഞ്ഞ മിനിയാന്നൊക്കെ വലിയ പത്രങ്ങളൊക്കെ എഴുതി വെണ്ടക്ക നിരത്തി ഒലക്കമുക്കി എഴുതിയ പ്രധാന വാർത്തയാണത്. ഇലക്ഷൻ കമ്മീഷനോട് അതിന്റെ നിയമോപദേശങ്ങളൊക്കെ തേടിയിട്ട് അതിന്റെ സങ്കീർണമായ ചർച്ചകളിലേക്ക് കടന്നുപോയിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ. ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എവിടെയാണോ അവരുടെ സമ്മതിദാന അവകാശം അവിടെയാണ്. ഇനി കേരളത്തിലെ ഏക പ്രതീക്ഷ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് അവിടെ സമ്മതിദാനാവകാശം വിനിമയം ചെയ്യിപ്പിച്ചിട്ടെങ്കിലും താമര വിരിയിപ്പിക്കലാണ് അടുത്ത ഉപായം എന്ന് ചിന്തിച്ചതിന്റെ മറുമരുന്നായിട്ടാണ് ഈ പുതിയ നിയമനിർമ്മാണം. ഓരോ നിയമനിർമ്മാണത്തിന്റെ പുറകിലും ശക്തവും വ്യക്തവുമായ അജണ്ടകളും മറനീക്കി പുറത്തു വരുന്നുണ്ട്. അതൊക്കെ ബിഹൈൻഡ് ദി കർട്ടൻ ആയിരുന്നു ഒരു കാലത്ത്. അപ്പൊ നമ്മൾ പ്രബുദ്ധരാകാം. ദാർഹുദയിൽ പഠിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു, നമ്മളാരും മുട്ടുകൈകൊണ്ട് ചിന്തിക്കരുത്. കുറെ അർത്ഥം ഉണ്ടായിരുന്നു അതിൽ. മസ്തിഷ്കം എന്ന് അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അൽബാബ്. ലുബ് എന്ന് പറയുന്ന സാധനം ഇവിടെ, അതിന് മലയാളത്തിൽ പ്രബുദ്ധത എന്ന് പറയാ. ഉൽബുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അനൗൺസ് പോകും അല്ലേ, എല്ലാ ഉത്ബുദ്ധരായ വോട്ടർമാരോടും അപേക്ഷിച്ചു കൊള്ളുന്നു.
അപ്പൊ കേരളത്തിലുള്ളത് ഉത്ബുദ്ധരായ വോട്ടർമാരാണ്. ഇനി ഉത്ബുദ്ധരല്ലാത്ത ഒരു പറ്റം വോട്ടർമാരിലൂടെ കേരളത്തിന്റെ ഭാവിയെ നിർണയിക്കാനുള്ള സാഹസത്തിന്റെ പണിക്കോപ്പുകളെ, പടയായുധങ്ങളെ തിരശ്ശീലയുടെ പിറകിൽ അരമനയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. ഞാൻ ആലോചിക്കാൻ, ഈ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച ഒരു ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഈ രാജ്യത്ത്? എത്ര വട്ടം ചിന്തിക്കണം. അപ്പൊ നമ്മളാണ്, നമ്മുടെ ഐതിഹാസികത എന്ത്, നമ്മുടെ ഗരിമ എന്ത്, നാം പറുദീസയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരാള് രായിക്ക് രാമായണം പറഞ്ഞെന്നാലും മനസ്സിലാകൂല, നാം കേരളം വിട്ടു പോവാതെ. പണ്ട് പറയാറുണ്ടല്ലോ, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് എന്ന് അവന് സ്വന്തം നാടിനെ പറ്റി പാടാൻ കടല് കടക്കേണ്ടി വന്നു. ഓണം വരെ വൈലോപ്പള്ളി പാടിയിട്ടുണ്ട്, ഒരൊറ്റ തെങ്ങു കണ്ടിടത്തിലൊക്കെയും സ്മരിച്ചു ഞങ്ങളീ പിറന്ന നാടിനെ. തെങ്ങ് എവിടെ കണ്ടോ? കേരം തിങ്ങും കേരള നാട്ടിനെയാണ് മലയാളി ഓർത്തത്. അപ്പൊ നമ്മൾ നാട് വിടുമ്പോഴാണ് നമ്മുടെ ഉമ്മ ഒരു വികാരമാകുന്നത്. നമ്മൾ നാട് വിടുമ്പോഴാണ് നമ്മുടെ ഗ്രാമികയിലെ പെട്ടിക്കടയിലെ മമ്മദ് ഖാന്റെ ചായയുടെ ടേസ്റ്റ് നമ്മുടെ രസമുകുളങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ നാട് വിടുമ്പോ നമ്മുടെ നാട് എന്തായിരുന്നു എന്ന ഓർമ്മ തികട്ടി വരിക. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ 6 മാസത്തിൽ ഒരിക്കൽ ഒരു ആതുരാലയം സന്ദർശിക്കണം. എന്തിനാണ്? നമ്മളെ ബോഡി ചെക്കപ്പിനാണോ? നമ്മൾ അൾട്രാ സ്കാനിങ് നടത്താനാണോ? ഒന്നുമല്ല, നിങ്ങൾ രോഗിയായിട്ട് പോകാനല്ല, നിങ്ങൾ യോഗിയായിട്ട് പോകാൻ, നല്ല യോഗ്യ ആരോഗ്യമായിട്ട് തന്നെ പോകാൻ. പിന്നെ എന്തിനാണ്? അവിടെ കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്നവരെ കാണാം, ട്രിപ്പിട്ട് കിടക്കുന്നവരെ കാണാം, ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് വെന്റിലേഷൻ സൗകര്യത്തോടെ വെന്റിലേറ്ററിൽ കിടക്കുന്നവനെ, ICUയിൽ കിടക്കുന്നവനെ, അല്ലേ? മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ പള്ളിയിലെ ഉസ്താദിനോട് വിളിച്ചു പറയുന്ന ബന്ധുക്കളെ കാണാൻ. എവിടെ? രോഗാതുരമായ ആതുരാലയത്തിൽ. നമ്മൾ എന്തിനാ പോയത്? രോഗിയായി കിടക്കാൻ പോയതാണ്? അല്ല, ഇതൊക്കെ കാണാൻ പോയതാണ്. എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അപ്പം പറയണ വാക്കെന്താ? ഇവനെ പറ്റി പറയാൻ. ഒരു ആശുപത്രി, ഒരു RCC, ഒരു റീജിയണൽ ക്യാൻസർ സെന്റർ, ഒരു ഡയാലിസിസ് യൂണിറ്റ് സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവന്റെ ശുക്രിന്റെ ഭാഷ മാറി, ഇവന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറി, ഇവന്റെ ആള് തന്നെ മാറി. അതേ പണ്ഡിതൻ പറഞ്ഞു, 8 മാസം കൂടുമ്പോൾ നിങ്ങളൊരു ഉദ്യാനം കാണാൻ പോകണം, ഒരു പൂന്തോട്ടം കാണാൻ പോവുക. കുടുംബത്തൊക്കെ കൂട്ടിയിട്ട് നല്ല പൂക്കളുള്ള സ്ഥലങ്ങൾ, പ്രകൃതി രമണീയമായ വസന്തത്തോപ്പുകളെ കാണാം. അപ്പോഴാണ് പ്രകൃതിയുടെ ഭംഗി, സൗന്ദര്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ ഈ ജമാൽ എന്ന് പറയുന്ന സാധനം? നമ്മൾ പെട്ടെന്ന് 2 കണ്ണുകളെ കൊണ്ട് ഒരാളെ കാണുമ്പോഴേക്ക് ഓ നല്ല സൗന്ദര്യമുള്ള ആള്. ഈ ആകർഷണീയത എന്താണ്? എന്താ ഈ സാധനം? ഒരു 11 വയസ്സുള്ള കുട്ടിയെ അമ്മ ട്രെയിനിൽ തിരിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോ ആ കുട്ടിയുടെ കയ്യും കാലുട്ടിങ്ങനെ അടിച്ചിട്ട് അമ്മക്ക് പിടിച്ചു വെക്കേണ്ടി വന്നു. അപ്പോൾ ട്രെയിനിലുള്ള ആൾക്കാർ മുഴുവൻ ചോദിക്കുകയാണ്, ഈ കുട്ടിക്ക് എന്താ ഓട്ടിസം ഉണ്ടോ, മാനസികമായ വൈകല്യം ഉണ്ടോ? അപ്പൊ ഈ അമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഈ 11 വർഷമായിട്ട് എൻ്റെ മോന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഇന്നലെ മണിപ്പാലിൽ നിന്ന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് കാഴ്ച സന്ധ്യാനേരത്ത് തിരിച്ചു കിട്ടുകയാണ്. 11 വർഷം എൻ്റെ മകൻ അമ്മേ അമ്മേന്ന് വിളിക്കുമ്പോൾ ഞാൻ മറുപടി പറയായിരുന്നു, എന്നെ അവൻ കണ്ടിട്ടില്ലായിരുന്നു. ഇന്നലെ സന്ധ്യാനേരത്ത് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവൻ്റെ കെട്ടഴിച്ച് അവൻ ആദ്യം എന്നെ കാണുകയാണ്. ഡോക്ടർമാർ എന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മേ എന്ന് പറയുമ്പോൾ, എടാ മോനെ ഞാനിതാ നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞപ്പോ അവൻ 2 കൈയും കൂട്ടിയിട്ട് പൊട്ടിക്കരയാണ്. എൻ്റെ അമ്മ ഇതാണ്. അമ്മ എന്ന സൗന്ദര്യത്തെ നമ്മളൊക്കെ ജന്മം മുതൽ കണ്ടവരാ. നമ്മളെ ഉമ്മാനെ അത് കാണാത്തൊരു കുട്ടി കാണാണ്. അതിൻ്റെ അനുരണനമാണ് പിറ്റേന്ന് ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയിൽ പ്രകടമായത്. അതെന്താണ്? അവൻ മരങ്ങളെ കണ്ടിട്ടില്ല, അവൻ പൂക്കളെ കണ്ടിട്ടില്ല, അവൻ പൂത്തുമ്പിയെ കണ്ടിട്ടില്ല, അവൻ വയല് കണ്ടിട്ടില്ല, അവൻ മലകളെ കണ്ടിട്ടില്ല. ട്രെയിനിന്റെ തീവണ്ടിയുടെ കിളിവാതിൽ ഇങ്ങനെ മുകളിലേക്ക് തുറന്നു വെച്ചിട്ട് അതിന്റെ കമ്പികൾക്കിടയിലൂടെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് അവനിങ്ങനെ എന്തൊക്കെയോ അനിയന്ത്രിതമായി കാട്ടിക്കൂട്ടുകയാണ്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃസാക്ഷികളുടെ ചോദ്യം, ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ? കാരണം
നോർമലായ ഒരാൾ ഇങ്ങനെ ചെയ്യൂല, അവൻ അബ്നോർമലാണ്. അപ്പൊ ഈ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നലെയാണ് അവന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു ജനത മനസ്സിലാക്കാൻ, ഓഹ്, കാഴ്ചയുടെ ശക്തി, സൗന്ദര്യത്തിന്റെ ഭംഗി, സൗന്ദര്യത്തിന് ഭംഗിയുണ്ട്. ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്. വയുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യത്തെയും സൗന്ദര്യ ബോധത്തെയും ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എല്ലാത്തിലും ഒരു ചിട്ടയുള്ളൊരു മനുഷ്യനായിരുന്നു, അല്ലേ? അവിടുത്തെ വെടുപ്പ്, തങ്ങളുടെ നീറ്റ്നെസ്, തങ്ങളുടെ ഡ്രസ് കോഡ്, തങ്ങളുടെ ശരീരവടിവ്, തങ്ങളുടെ ആകാര സൗഷ്ഠവം, തങ്ങളുടെ നടത്തത്തിന്റെ ഗരിമ, തങ്ങളുടെ വൃത്തിബോധം, എല്ലാത്തിലും നമുക്കൊരു റോൾ മോഡൽ അല്ലേ? അങ്ങനെ ഓരോന്നിനെയും പഠിക്കുമ്പോഴാണ് നമ്മൾ ഇനി ഒരുപാട് പഠിക്കാണ്ട് എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് അറിവ് 4 ഘട്ടമാണ്. ഒന്നും പഠിക്കാത്ത ഒരാള് ആദ്യം ലോകത്ത് വിളംബരം ചെയ്യുന്ന വാക്ക് അന അഴയില മുന്നാസ്, അതൊക്കെ എനിക്കറിയാം, അയ്യമുണ്ടാണ്. ഒന്നും പഠിക്കാത്ത, വായനക്ക് വേണ്ടി പുസ്തകം തുറക്കാത്ത ആളാണ് ഈ ഭാഷ ഉച്ചരിക്കുക, അതൊക്കെ എനിക്കറിയാം ഉണ്ടായിരിക്കുക. പിന്നെ കുറച്ച് വായനാശീലമൊക്കെ അവന് വളർന്നു വന്ന്, അപ്പൊ പിന്നെ അലിമ, അവന് മനസ്സിലായി അന്നഹു ഫാതഹു ശൈഉം മിനൽ ഇൽം, അറിവുകളിൽ നിന്ന് അല്പം അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നവന് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പൊ വീണ്ടും അവൻ കുറെ പ്രഭാഷണങ്ങൾ കേട്ടു, കുറെ പുസ്തകങ്ങൾ വായിച്ചു. അപ്പൊ 3-ാം ഘട്ടത്തിലേക്ക് അവൻ എത്തിയതാണ്. എന്താണ് 3-ാം ഘട്ടം? അലിമ അന്നഹു ഫാതഹു അശ്യാ കസീർ മിനൽ ഉലൂം, അവന് വിജ്ഞാനങ്ങളിൽ നിന്ന് സിംഹഭാഗവും ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് 3-ാം ഘട്ടത്തിൽ അവന് മനസ്സിലാവുന്നതാണ്. പിന്നെ അവൻ ഒരുപാട് വായിച്ചു, ഒരുപാട് ആളുകളെ കേട്ടു, ഒരുപാട് പ്രമേയങ്ങളെ കേട്ടു, എല്ലാം കേട്ടു. അപ്പൊ അവന് 4-ാം ഘട്ടത്തിൽ എത്തിയതാണ്. ഇൽമിന്റെ, അറിവിന്റെ അവസാന ഘട്ടം ഏതാണ്? അലിമ, അവന് മനസ്സിലായി അന്നഹു അജ്ഹലുന്നാസ്, അവനാണ് ലോകത്ത് ഒരു വിവരവും ഇല്ലാത്തവൻ, പാവൻ, മിസ്കീൻ എന്നൊക്കെ പറയില്ലേ? അതുകൊണ്ടാണ് താഴ്മതാൻ അഭ്യുന്നതി എന്ന് പറഞ്ഞത്. താഴ്മതാൻ അഭ്യുന്നതി, ഉള്ളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി സംസാരിക്കൂല. തങ്ങളുടെ ആയുധം മൗനമാണ്. ശിഹാബ് തങ്ങളുടെ ആയുധം മൗനം, ഒരു ആയുധം, വജ്രായുധം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ലത് വരട്ടെ. ഈ ധന്യമായിരിക്കുന്ന ഇത്തരം സായാഹ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തങ്ങളിങ്ങനെ നമ്മുടെ ഹൃദയ കമാനങ്ങളെ തുറന്നു വെച്ചപ്പോൾ തങ്ങളറിയാതെ ഒരു യുഗപുരുഷനെ പോലെ കയറി വരികയാണ്. തങ്ങളിനി ഇറങ്ങിപ്പോകാൻ പാടില്ല. മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, മക്കളെ, ശിഹാബ് തങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞങ്ങൾ തങ്ങളെ കണ്ടവരാണ്. തങ്ങളെ കണ്ട എത്ര കണ്ണുകരുണ്ട് ഈ പന്തൽ ചോട്ടില്. നിങ്ങൾക്ക് ആ ആർജവത്തോടു കൂടെ തന്നെ തങ്ങൾ ഓർമ്മ പങ്കുവെച്ചൂടെ നമ്മളെ മക്കളോട്? മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ മലബാറിന്റെ മടിത്തട്ടിൽ വളക്കൂറുണ്ടായത് നമ്മുടെ ആ കാച്ചിത്തുണി ഉടുത്ത ഉമ്മാന്റെ തങ്ങൾ പോരിശയും പണ്ഡിത പോരിശയും പറഞ്ഞുകൊടുത്ത രാക്കഥയിലൂടെ തന്നെയാണ്. നമ്മളത് തിരിച്ചറിയണം. നമ്മുടെ രാക്കഥകളാകണം. ചില നിലപാടുകളുണ്ട് നമുക്ക്. ഇത് സ്വർഗത്തിലേക്ക് ഒന്നിച്ചു പോകാനുള്ള നിലപാടാണ്. ഇവിടെ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരുടേതുമായി ജീവിക്കുകയും നാളെ പടച്ചോന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അങ്ങനെയാണ് നമ്മളെ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ വലിയ വലിയ അവാന്തരത വന്നുകൊണ്ടിരിക്കുക, തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എത്തിസിസം ഉണ്ട്, ശക്തമായ നിരീശ്വരത്വം ഓരോ ക്യാമ്പസുകളിലും വരികയാണ്. വിദ്യാർത്ഥി സമരമുറകളിലൂടെ വരികയാണ്. ലെസ്ബിയൻസ് എങ്ങനെയാ വന്നത്? ട്രാൻസ്ജെൻഡേഴ്സ്, ഈ LGBTQ സൊസൈറ്റി എങ്ങനെയാ വന്നത്? നോക്ക് നിങ്ങൾ, ഒരു 60 വയസ്സുള്ള ആൾക്ക് അല്ലെങ്കിൽ 40 വയസ്സ് വരെ ജീവിച്ച ഒരു പുരുഷന് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഫീമെയിൽ ഷീ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ലേഡീസിന്റെ വാഷ്റൂമിലേക്ക് പോകാം. കാരണം എൻ്റെ രൂപം പുരുഷന്റെ രൂപമാണെങ്കിലും എൻ്റെ അകത്തുള്ള വികാരങ്ങൾ സ്ത്രൈണ വികാരങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഇച്ഛകൾ ഒരു സ്ത്രീയുടെ ഇച്ഛയാണ് എന്ന് അവൻ സ്വയം പ്രൊക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിയമം അവൻ്റെ കൂടെ നിൽക്കണം എന്നാണ്. ആ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പിന്നെ ഹോർമോൺ കുത്തിവെക്കലിലേക്ക്, മറ്റുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയകളിലേക്കൊക്കെ ആ കുട്ടിക്ക് കടന്നു പോകാം. അതിനും രാജ്യം ഒരുപാട് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രൊമോഷൻ കൊടുക്കുകയാണ്. വലിയ അപകടാവസ്ഥയിലേക്ക് ലോകം നമ്മൾ കൊണ്ടുപോകാൻ.
അപ്പോൾ അതുകൊണ്ട് തൻ്റെ ആഗ്രഹം നടപ്പാക്കാൻ ഗ്രൗണ്ട് വളരെ ക്ലിയറാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ബിഗ് ബോസ് പോലെയുള്ള വലിയ വലിയ പ്രഹസനങ്ങളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സമയം കൊല്ലാന്ന് മാത്രമല്ല, അതിലൊക്കെ കുത്തിവെച്ചിരിക്കുന്ന ഒരു ആശയമുണ്ട്. ഈ ബിഗ് ബോസിന്റെ 100 ദിവസം കഴിയുമ്പോഴേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മതശീലങ്ങളോടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഇതിനൊക്കെ വലിച്ചെറിയണം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ലോകത്ത് എന്ന് അവർക്കൊക്കെ തോന്നണം. അത് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിറകില് മറ നീക്കി പുറത്ത് വരാതിരിക്കുന്ന ഒളി അജണ്ടകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ലോകത്ത് പക്വമതിയായി ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രയാസം. പ്രദീപ് നായരുടെ ഒരു കവിത ഞാൻ ഈ അടുത്ത് വായിച്ചു. അച്ഛൻ കുടി നിർത്തിയപ്പോൾ എന്നാണ് ആ കവിതയുടെ ഹെഡിങ്. അതിങ്ങനെയാണ്: അച്ഛൻ കുടി നിർത്തിയപ്പോൾ ആദ്യം ചിരിച്ചത് അടുക്കളയിലെ പാത്രങ്ങളായിരുന്നു. കാരണം അച്ഛൻ കുടിക്കണ കാലത്തൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്നത് അടുക്കളയിലെ പാത്രങ്ങളായിരുന്നു. അതെടുത്താണല്ലോ വലിച്ചെറിയുക, എന്നിട്ടാണല്ലോ കലാപരിപാടികൾ തുടങ്ങുക. ഇപ്പൊ 6 മാസമായി അച്ഛൻ കുടിയിൽ നിന്ന് വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇപ്പൊ കുടിക്കുന്നില്ല. അപ്പൊ അച്ഛൻ വർഷങ്ങളായിട്ട് മുഴുകുടിയനായ ഒരു ഗൃഹനാഥൻ 6 മാസമായിട്ട് കുടി നിർത്തിയപ്പോൾ ഒരു വീട്ടിലുണ്ടായ വസന്തത്തെ പറ്റിയാണ് പ്രദീപ് നായർ കവിത എഴുതിയത്. പിന്നെ പറഞ്ഞെന്തറിയോ, അമ്മയുടെ താലിച്ചരടിന് ഇപ്പൊ മഞ്ഞ നിറം കൂടിയിട്ടുണ്ട്. അമ്മ താലിച്ചരടെല്ലാം പഴയ പുളിയുടെ ഇലയൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് തനിക്കൊരു ഭർത്താവുണ്ടല്ലോ എന്ന പ്രതീക്ഷയുടെ പുറത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ ചിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ ഇടക്കിടക്കൊക്കെ ഞങ്ങൾ അമ്മ ചിരിക്കാറുണ്ട്. പണ്ട് അമ്മ ചിരിക്കുന്നത് കാണണമെങ്കിൽ അമ്മയുടെ SSLC ബാച്ചിലുള്ള ഗ്രൂപ്പ് ഫോട്ടോയിൽ ആൽബം എടുത്തിട്ട് നോക്കണം ഞങ്ങളെ ചിരിക്കുന്ന അമ്മയെ ഒന്ന് കാണണമെങ്കിൽ. പക്ഷെ ഇപ്പൊ ഈ 6 മാസത്തിന്റെ ഇടക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ അമ്മ ഇടക്കിടക്ക് ഊറി ഊറി ചിരിക്കാറുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് സൗന്ദര്യബോധമൊക്കെ വന്നിട്ടുണ്ട്. 1980കളിലെ പാട്ടൊക്കെ ഇപ്പൊ അമ്മയുടെ അടുക്കളയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, രക്തചന്ദനം അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ലേപനങ്ങളൊക്കെ ഞങ്ങൾ കാണാതെ അമ്മ മുഖത്ത് പുരട്ടുന്നുണ്ട് ഞങ്ങളുടെ അച്ഛന് വേണ്ടി. ഇപ്പൊ പാൽക്കാരൻ ശശി പറ്റു ചോദിച്ചിട്ട് വീട്ടിൽ വരാറില്ല. പലചരക്കുകാരൻ കണക്ക് ചോദിച്ചിട്ട് ഉമ്മറകോലായിലേക്ക് ആക്രോശിച്ച് കടന്നെത്താറില്ല. അച്ഛൻ കുടി നിർത്തിയതിൽ പിന്നെ വീട് മാത്രമല്ല, ഉമ്മറകോലായിലെ വാഴയില പോലും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രദീപ് നായർ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒരുപാട് സംഘർഷഭരിതമായ കുടുംബങ്ങളെ കാണാൻ. കുടിക്കുന്ന അച്ഛൻ, പിന്നെ കുടിക്കുന്ന ബാപ്പ, ലഹരി ഉപയോഗിക്കുന്ന മകൻ, അല്ലേ, വലിയ കോക്കസുകളിൽ പെട്ടുപോയ കൗമാരക്കാരൻ, LSDയുടെ വിൽപ്പനക്കാരൻ, ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഡീലർ, MDMAയുടെ കാരിയർ, ഇങ്ങനെ ഒരു ജനത നമ്മുടെ നാട്ടിൽ വളരാൻ. ആരുടെ മക്കളായി? നമ്മുടെ സ്വന്തം മക്കൾ, നമ്മുടെ മേൽവിലാസമുള്ള ആൾക്കാർ. ആ ജനതയുടെ കയ്യിലേക്ക് ഇനി എല്ലാ സദാചാര മൂല്യങ്ങളും കെട്ടടിഞ്ഞു പോയിട്ട് അവരുടെ കയ്യിലേക്ക് ഇനി രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും വരാൻ പോവാൻ. ഞാൻ രാഷ്ട്രീയ അധികാരത്തെ പറ്റിയല്ല പറയേണ്ടത്. തിരശ്ശീലക്ക് പിറകിൽ ഇങ്ങനെ ഒരു ജനത വളർന്നു വരുന്നുണ്ട്. എല്ലാ ഡിഗ്രിയും ഉണ്ടാകും, എല്ലാ വിദ്യാഭ്യാസവും ഉണ്ടാകും, പക്ഷേ തിരിച്ചറിവില്ലാത്തൊരു ജനത. അവിടെയാണ് തങ്ങളുടെ ഐഡിയോളജിയെ, തങ്ങളുടെ നിലപാടുകളെ, തങ്ങളെ എത്തിക്സുകളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുട്ടിയിലേക്ക് പകർന്നു കൊടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയൊരു തലമുറയുടെ സാംസ്കാരിക ബോധത്തെ വീണ്ടെടുക്കാനുള്ള ഒരു സായന്തനമായി തങ്ങളോർമ്മകള് നിഴലിച്ച് നിർഭരമായി പൂത്തുല്ലസിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ സന്ധ്യ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.